അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷാവസ്ഥ പരിഹരിച്ച് സമാധാന കരാർ ഉണ്ടാക്കാൻ ഇതുവരെയും കഴിയാത്ത സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് പുതിയൊരു ഭീഷണി കൂടി പുറത്തുവരുന്നു. ഈ മേഖലയിലെ സമുദ്രാന്തർ ഭാഗത്ത് കൂടി കടന്നു പോകുന്ന ഇന്റർനെറ്റ് ശൃംഖലയെ ഇറാൻ ലക്ഷ്യമിടുന്നതായാണ് സൂചന. ഇറാൻ അനുകൂല മാധ്യമങ്ങൾ ഇക്കാര്യം ഇതിനോടകം റിപ്പോർട്ട് ചെയ്തു. ഹോർമുസ് ഇടുക്കിലൂടെ കടന്നു പോകുന്ന സമുദ്രത്തിനടിയിലെ ഡാറ്റ കേബിളുകൾ അങ്ങേയറ്റം അപകടാവസ്ഥയിലാണെന്നും ഇവയ്ക്കുണ്ടാകുന്ന ഏത് തടസ്സവും മേഖലയിലെ ഇന്റർനെറ്റ് ബന്ധത്തെ പൂർണ്ണമായും ബാധിക്കുമെന്നും ഇറാനിയൻ സർക്കാർ വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്തു. അപകടങ്ങൾ മൂലമോ മനഃപൂർവ്വമായ നീക്കങ്ങൾ മൂലമോ ഒരേ സമയം ഒന്നിലധികം കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ പേർഷ്യൻ ഗൾഫ് മേഖലയിലുടനീളം കടുത്ത ഇന്റർനെറ്റ് തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആഗോള ഊർജ്ജ വിതരണത്തിന്റെ പ്രധാന ഇടനാഴിയാണ് ഹോർമുസ് കടലിടുക്ക്. ഇത്രത്തോളം തന്നെ പ്രാധാന്യമാണ് ഇവിടുത്തെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളെന്നും തസ്നീം റിപ്പോർട്ട് വാദിക്കുന്നുണ്ട്. ഫാൽക്കോൺ, AE-1, DGN ഗൾഫ്, CEEWE തുടങ്ങി ലോകത്തിലെ പ്രധാനപ്പെട്ട സമുദ്രാനന്തര കേബിൾ സംവിധാനങ്ങൾ ഈ ഇടുങ്ങിയ ജലപാതയിലൂടെയോ അതിന് സമീപത്ത് കൂടിയോ ആണ് കടന്നു പോകുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ ബാങ്കിംഗ്, ക്ലൗഡ് സേവനങ്ങൾ, വാർത്താവിനിമയം എന്നിവയെല്ലാം ഈ കേബിളുകളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ ഇന്റർനെറ്റിനായി ഈ റൂട്ടുകളെയാണ് വളരെയധികം ആശ്രയിക്കുന്നത്. ഇറാൻ ഇതിനെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരാത്തതിനാൽ ഇത്തരം തടസ്സങ്ങൾ മറ്റ് ഗൾഫ് രാജ്യങ്ങളെയാകും കൂടുതൽ ബാധിക്കുകയെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഈ മുന്നറിയിപ്പിനെ ഒരു ഭീഷണി മാത്രമായല്ല, ഒരു തന്ത്രപരമായ സൂചനയെന്നു കൂടിയാണ് ഇറാൻ ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്നത്. കേബിൾ റൂട്ടുകൾ, ഡാറ്റ ഹബ്ബുകൾ എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ റിപ്പോർട്ടിൽ നൽകിയിട്ടുണ്ട്. 2024-ലും 2025-ലും ചെങ്കടലിലെ സമുദ്രാനന്തര കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് വലിയ ആഗോള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ നേരത്തെ ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഭീഷണി മുഴക്കിയിരുന്നതും ഗൗരവത്തോടെയാണ് കാണുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ ക്ലൗഡ്, ഡാറ്റ സെന്ററുകൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. UAE-ലും ബഹ്റൈനിലും ആമസോൺ വെബ് സർവീസസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. തുറമുഖങ്ങളെയും പൈപ്പ് ലൈനുകളെയും പോലെ ഇന്റർനെറ്റ് കേബിളുകളെയും യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായി ഉപയോഗിക്കാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നത്. 2024-ൽ ഗാസയിലെ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹൂതികൾ നടത്തിയ ആക്രമണങ്ങളിൽ ചെങ്കടലിലെ പല കേബിളുകൾക്കും കേടുപാടുകൾ പറ്റി. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ചില ഭാഗങ്ങളിൽ ഇന്റർനെറ്റ് വേഗത കുത്തനെ കുറയുകയും അറ്റകുറ്റപ്പണി നടത്തുന്ന കപ്പലുകൾ വിട്ടുനിന്നതിനാൽ പൂർണ്ണമായ പരിഹാരത്തിന് മാസങ്ങൾ എടുക്കുകയും ചെയ്തു. ഇറാൻ കേബിളുകളെ ലക്ഷ്യം വെക്കുമോ എന്ന് വ്യക്തമല്ലെങ്കിലും അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കേടുപാടുകൾ സംഭവിച്ചാൽ അത് ഫോണുകളെയും വെബ്സൈറ്റുകളെയും മാത്രമല്ല ബാധിക്കുക. ബാങ്കുകൾ, ഓഹരി വിപണികൾ, ആശുപത്രികൾ, AI സംവിധാനങ്ങൾ എന്നിവയുടെ പ്രവർത്തനങ്ങളെല്ലാം താളം തെറ്റും. ഗൾഫ് രാജ്യങ്ങളെ ആയിരിക്കും ഇത് ആദ്യം ബാധിക്കുകയെങ്കിലും ഇന്ത്യയിലെ കേബിളുകൾ കാരണം ഇവിടെയും ഇന്റർനെറ്റ് വേഗത കുറയും.